കേന്ദ്രത്തെ പിണക്കിയാൽ ഭരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ഭയമാണ് നിങ്ങൾ അലട്ടുന്നതെങ്കിൽ ഒന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ 10 വർഷക്കാലം ഒരു ചങ്കൂറ്റമുള്ള ഗവൺമെന്റ് സ്വന്തം ജനങ്ങളുടെ മാനം കേന്ദ്രത്തിന് അടിയറവ് വെക്കാതെ അന്തസ്സായിട്ട് ഭരിച്ചിട്ടാണ് പോയിരിക്കുന്നത്. നിങ്ങളടുത്തൊന്നും ആ അന്തസ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ജനങ്ങൾ. അതൊരിക്കലും നിങ്ങളുടെ ഔദാര്യമായിട്ട് കിട്ടേണ്ടതല്ല, അവരുടെ അവകാശമാണ്. അതൊരിക്കലും മറക്കരുത്. ആ വീട് അവരതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പൊ സഹായം തരാൻ പറ്റില്ല എന്നൊരു സഹായം തന്നില്ലെങ്കിൽ വേണ്ട ഞങ്ങൾ വിളിക്കും. തുടർച്ചയായിട്ട് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും BJP-യിലേക്ക് ഒരു ചായ്വ് ഉള്ളതുപോലെ ചില തീരുമാനങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അതിലൊന്നാണ് PMA വഴി വെച്ചു കൊടുക്കുന്ന വീടുകൾക്ക് മുന്നിൽ ഒരു ഫലകം വെക്കണം, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഒരു സീല് വെക്കണം. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യം മാർക്കറ്റ് ചെയ്യാനായിട്ട് കേരള ഗവൺമെന്റ് സമ്മതം മൂളിയിരിക്കുകയാണ്. തുടർച്ചയായിട്ട് നിങ്ങളുടെ ഗവൺമെന്റ് സ്വീകരിച്ച മിക്ക തീരുമാനങ്ങളും അത് BJP സർക്കാർ ഇന്നാട്ടില് ഭരണം കിട്ടിയാലും നടത്തി കാണണമെന്ന് ആഗ്രഹിച്ച പല തീരുമാനങ്ങളുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിനു മുന്നേ കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി ഒരു തരത്തിലും കേന്ദ്രത്തിന് സമ്മതിച്ചു കൊടുക്കാത്തൊരു തീരുമാനമായിരുന്നു. നിങ്ങൾ ഈ പദ്ധതി റദ്ദാക്കിയാലും കുഴപ്പമില്ല, ഇങ്ങനൊരു കാര്യത്തിന് സ്റ്റേറ്റ് ഗവൺമെന്റ് അനുവദിക്കില്ല എന്ന് ചങ്കുറപ്പോടെ കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞതാണ് നമ്മുടെ മുന്നത്തെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ. പാവപ്പെട്ടവനൊരു വീട് വെച്ച് കൊടുത്തിട്ട് ഇത് ഞങ്ങളാണ് വെച്ചത്, ഞങ്ങളുടെ പദ്ധതിയിലൂടെയാണ് വെച്ചത്, നീ എത്ര കാലം നിന്റെ എത്ര തലമുറ ആ വീട്ടിൽ ജീവിച്ചാലും ഈ വീട് കേന്ദ്ര ഗവൺമെന്റ് നിനക്ക് തന്നതാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമാണ്, അത് നീ മറക്കരുത്, നിന്റെ സ്വന്തമായിട്ട് നീ ഒരിക്കലും ചിന്തിച്ചു പോലും നോക്കരുത് എന്നുള്ളൊരു ധാർഷ്ട്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിൽ, അത് കേരള ഗവൺമെന്റ് സമ്മതിച്ചതിൽ വലിയ അത്ഭുതം തോന്നുകയാണ്. പാർപ്പിടം ഒരിക്കലും ഒരു രാഷ്ട്രീയ പരസ്യ ബോർഡല്ല, മറിച്ച് അതൊരു അടിസ്ഥാന പൗരാവകാശമാണെന്ന് വാദിച്ച ഒരാളാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി. പക്ഷെ ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് എന്ത് പറ്റി? അദ്ദേഹം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഏറെക്കുറെ എല്ലാ തീരുമാനങ്ങളും BJP സർക്കാർ ഈ നാട്ടില് നടന്നു കാണണമെന്ന് ആഗ്രഹിച്ച പല തീരുമാനങ്ങളുമാണ്. അതാണ് ഈ ജനങ്ങൾ അത്ഭുതപ്പെടുന്നതും സംശയിച്ചു പോകുന്നതും. ശരിക്കും കേരളം ഭരിക്കുന്നത് UDF തന്നെയാണോ അതോ മറ്റ് കക്ഷികളാണോ എന്നുള്ളത്. കാരണം അവരൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പാവകളെ പോലെയാണ് ഇന്നത്തെ ഗവൺമെന്റിനെ ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അത് അങ്ങനെയാണോ അല്ലയോ എന്നുള്ളതിന് നിങ്ങളാണ് മറുപടി പറയേണ്ടത്. ദയവ് ചെയ്ത് ഇനിയും വോട്ട് കുത്തിയവർ എന്നും നോക്ക് കുത്തികളാക്കി ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കാതിരിക്കുക. കാരണം നിങ്ങളെ തിരഞ്ഞെടുത്ത ഒരു വിഭാഗം ജനങ്ങള് അവരുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവരുടെ മനസ്സിലൊരു ഉറപ്പുണ്ടായിരുന്നു, UDF വരും, എന്തൊക്കെയോ ശരിയാകുമെന്ന്. പക്ഷെ UDF വന്ന് എന്തൊക്കെയോ തകിടം മറിഞ്ഞ പോലെ ഉണ്ട് ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ PMAY പദ്ധതി എന്ന് പറയുന്ന, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന ഈ പദ്ധതി, ഇത് ആരുടെ ഔദാര്യമല്ല. പ്രധാനമന്ത്രിയുടെ ആണോ എന്ന് ചോദിച്ചാൽ അതല്ല. കാരണം പ്രധാനമന്ത്രി പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടല്ല ആർക്കും വീട് വെച്ച് കൊടുക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടല്ല ഒരാൾക്കും വീട് വെച്ച് കൊടുക്കുന്നത്. ജനങ്ങൾക്ക് അവകാശപ്പെട്ട പണം തന്നെയാണ് നിങ്ങൾ ഇതിന് ഫണ്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും ഇത് ഇന്ന ഭരണകക്ഷി തന്നതാണ് എന്ന് ഒരു വീടിന് മുന്നിലും പതിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്, ഇനിയെങ്കിലും ഈ ഔദാര്യ മനോഭാവം കേരള ഗവൺമെന്റ് മാറ്റണം. എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഇനിയും എടുക്കുന്ന തീരുമാനങ്ങളിൽ അതിൽ കേന്ദ്രത്തെ പിണക്കാതെ കേന്ദ്രത്തെ സുഖിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ മാത്രമേ ഞങ്ങൾ എടുക്കൂ എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ 5 വർഷം നിങ്ങൾ സന്തോഷത്തോടെ ആസ്വദിച്ച് ഭരിച്ചോളൂ. കാരണം ഈ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും അഭിമാനം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ.